മൂപ്പൻ കണ്ടെന്ന് പറയുന്നത് നേരാണ്. ഞാൻ കണ്ടല്ലേ. Excuse me. ചപ്പാത്തി മേക്കർ രാജു. രാജുബായി വന്നിട്ട് 4 ദിവസമായി. 4 ദിവസമായി വന്നിട്ട്. കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ വല്ലതും? നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ മൊബൈലില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. Ma'am, we just boycotted mobiles, ma'am. You know, all time calls, earache, radiation issues. അതെ, ഈ റേഡിയേഷൻ കൊണ്ടാണല്ലോ പല ശാരീരിക ബലഹീനതകളും ഉണ്ടാകുന്നത്. അതുകൊണ്ടാ രാജുബായിനെ ഞാൻ അറിയിച്ചോളാം. ഓക്കെ, താങ്ക്സ്. യു വെൽക്കം. ബൈ. ഓക്കെ, ശരി, ബൈ. അയ്യോ, രാജുബായിനെ എവിടെ പോയിട്ടാണെങ്കിലും ആറ്റിയുടെ മുമ്പിൽ കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കും. വൃത്തി കേട്ടവൻ. വേണ്ടടാ, സ്നേഹം കൊണ്ട് പറയാ. ഇത് നോക്കിയ ഒറീസ ബംഗാൾ ഞാനില്ലട്ടാ. ഒറീസ ബംഗാൾ ബൈ ബൈ. എടാ സുബ്രഹ്മണ്യ പുത്തരിയൊന്നുമല്ല. എടാ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളു. താൻ വരുന്നില്ലേ? ഞാനില്ല. വാ ബൈ. ഞാനില്ല. എടാ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട ചെറിനെ. നീ ഇങ്ങോട്ട് വന്നേ. ഞാനില്ല. യൂട്യൂബ് റൂട്ടേഴ്സ്, നീ ഇങ്ങോട്ട് വരാൻ. എന്ത് പണ്ടാറാടാ, അവിടെ മുഴുവൻ അസുഖടാ. അങ്ങോട്ട് പോണ്ട. എന്റെ പൊന്നോ, അതൊന്നും നമ്മൾ നോക്കണ്ട. വരാൻ പോകുന്ന ആ സുവർണ കാലഘട്ടം ഒന്ന് ആലോചിച്ചേ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ. നീ രാജുവായിട്ടങ്ങ് പങ്കുവെച്ചാ മതി. പോയേ ഒരു പാലൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എടാ, വൃത്തിയായിട്ടാണ് ഞാൻ മറ്റേ കാര്യം പറഞ്ഞു കൊടുക്കൂടാ. എന്തുവാ പറയട്ടെ പറയടാ. പറയട്ടെ എന്നാ വാ. വേണ്ട. നീ നോക്കടാ, ഇത് നീ ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പോ നിന്നെ ഒറീസയിൽ ടൂർ കൊണ്ടുപോയില്ലെന്ന് പറയരുത്. എന്ത് കാണാൻ? ഒറീസ ബംഗാള് ഒരു ഫുൾ ഇന്ത്യ പര്യടനം കഴിഞ്ഞ പോലെ വീട്ടിൽ ചെല്ല. അണ്ണേ, അല്ല ബായി, ഈ ചപ്പാത്തി മേക്കർ രാജുബായി. രാജുഭായ് ഉദാര. ഇതിനകത്തേക്കോ? സുബ്രു, നീ അങ്ങോട്ട് പോകണ്ട, ഞാൻ പറയുന്ന കേക്ക്. ബായി, രാജുബായി ഇധർ ഹെ. ഇധർ. हाँ, ഓക്കേ. हाँ. ഇയാളെയാണ് നീ ആന്റി എടുത്ത് കൊണ്ടുപോകാൻ പോണേ. പണി കിട്ടോട്ടോ. ഇത്രയും കാലം നീയൊക്കെ മൂക്കറ്റ് നിന്ന ചപ്പാത്തി ഇയാള് പരത്തി തന്ന. ഇപ്പൊ ഈ പാവത്തിന് ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോകാൻ നിനക്ക് മനസാക്ഷി ഇല്ലടാ. സ്മരണ വേണോടാ, സ്മരണ. ഡെങ്കിപ്പനി, എലിപ്പനി, പന്നിപ്പനി എല്ലാം കൂടെ കൂടിയിട്ടാ കിടക്കണേ. സ്മരണ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നീ പോയേ. എടാ, ഈ മനസാക്ഷി എന്ന് പറയുന്നത് ഇതിന്റെ ഒന്നും പ്രതിരോധം വരുന്നല്ല. ജെറിന്. വാ രാജുബായി, രാജുബായി ഉടോ, വാ ഒന്ന് പിടിക്കടാ. പിടിച്ചോ. ഇവന്റെ ഇത് എന്തിന്റെ കിടന്ന് ഓരോ വയ്യാവലെടുത്ത് തലയിൽ വെക്കാൻ പണ്ടാറം. എന്താ അത്? അതിന് നടക്കാൻ പോലും വയ്യടാ. അതിന് സാധനത്തിന്റെ അടുത്തും വലിച്ചോണ്ട് വരുന്നുണ്ട്. ഒരു കാര്യം ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല. അയ്യോ, ഇത് വെറും ചപ്പാത്തി അല്ല. നാളെ മുതലേ ബുഫേ അല്ലേ, ബുഫേ. വണ്ടി എടു. മാറിക്കടാ. അവന്റെ മറ്റോടത്തൊരു ആന്റി സ്നേഹം. രാജുവായും ചപ്പാത്തിയും. ആൽബുമിൻ, യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ, എന്തോന്നടേ ഒരു പനി പിടിച്ച് ഇത്ര അധികം ടെസ്റ്റാ. അത് പോവുകയും ചെയ്തു. എന്നോടല്ല, ഇവനോട് ചോദിക്കും. സുബ്രു, ഇനി ഇതേപോലത്തെ പരിപാടിക്ക് ഞങ്ങൾ വിളിക്കരുത് കേട്ടാ. വെറുതെ വഴി കൂടെ പോണം വയ്യാവലെടുത്ത് തോളിൽ വെച്ചിട്ട്. ഇനി ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കോൺസിക്വൻസ് ആണ് ഉണ്ടാവുക? അതിന് ഇവന്റെ കാശ് അതിനൊന്നും ചെലവായിട്ടില്ലല്ലോ. എടാ, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അവന്റെ ഒരു രാജുബായി. ഈ രാജുബായി വരുന്നവരെ ഞാൻ പോയിട്ട് ആന്റിക്ക് ചപ്പാത്തി പരത്തി കൊടുത്താലോ? അത് പറഞ്ഞപ്പോഴാ ഓർത്തേ, ഇന്ന് നിന്റെ മെസ്സാ. നീ പോയി ആദ്യം ഇവിടുത്തെ ചപ്പാത്തി വരത്ത്. ജെറിനെ പോടാ. പറയണ്ടായിരുന്നു.
ഉപ്പായി ഷെരീഫിന്റെ കുറെ മിസ്ഡ് കോൾ കിടപ്പുണ്ട്. ഹലോ ഇക്കാക്ക, നിങ്ങൾ എവിടെയായിരുന്നു? രാവിലെ തുടങ്ങി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക. എന്താടാ, എന്താ കാര്യം? ചെറിയൊരു പ്രശ്നം. ഇത്താക്കാണ്. ഹസിക്ക, എന്താടാ, എന്താ കാര്യം? രാവിലെ ഇത്താത്ത വാതിൽപ്പടി തട്ടി വീണു. ബ്ലീഡിംഗ് ഉണ്ടായി. ICUയിൽ ഒബ്സർവേഷനില്ല. എന്താ ഷിക്കെ, നിനക്കിപ്പോ എന്താ വലുത്? ഞാൻ ഇറങ്ങാണ്. ഉപ്പായി അങ്ങോട്ടാ ഈ രാത്രിയില്? എന്തു പറ്റി? വീട്ടിലെന്തെങ്കിലും? വന്നിട്ട് ഷെരീഫ് എന്തിനാണ് വിളിച്ചേ? വന്നിട്ട് പറയാം. നിന്റെ ആരെങ്കിലും പടിയായ? നിനക്കറിയണോ അത്? പിന്നെ നീ പറഞ്ഞാലേ അറിയുള്ളൂ. നീ ഒറ്റൊരുത്തൻ കാരണം ഇതൊക്കെ സംഭവിച്ചേ. ഞാൻ എന്തെയ്യുന്ന നീ പറയണേ? നിനക്കൊന്നും അറിയില്ലേ? ഒടുക്കത്തെ ഒരു ബെറ്റും നിബന്ധനയും കള്ളും കുടിച്ച് നിനക്ക് ഓരോന്ന് തീരുമാനിച്ചാൽ മതിയല്ല. ബാക്കിയുള്ളവരെ എന്തൊക്കെ നഷ്ടപ്പെടുന്ന അവൻ അറിയുന്ന കാര്യമില്ല. നിനക്ക് എന്ത് നഷ്ടപ്പെടുന്ന നീ പറയണേ? നഷ്ടപ്പെട്ട പോയി എനിക്കല്ലേ? നീ ഒന്നും മിണ്ടായിരിക്കും. കാര്യം എന്താന്ന് ചോദിക്കട്ടെ. എടാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു എന്റെ ജോലി, എന്റെ കരിയർ. ഇതൊക്കെ തൊലച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താ ഈ കാണിക്കുന്നത്? നിന്റെ ഒക്കെ ഒപ്പം കൂടിയിട്ട് എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടോടാ. എന്താ ഉപ്പായി പറ്റിയത്? അവൻ കൂട്ടത്തിൽ കൂടിയ ശേഷമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളായി തുടങ്ങിയത്. ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാകാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എടാ, അവള് ഹോസ്പിറ്റലാടാ, ICUല്. ഞാനും വരാം. വേണ്ട ഉപ്പായി, നീ എന്താ കൊച്ചു പിള്ളേരെ പോലെ? ജോലിയും കൂലില്ലാണ്ടിട്ടും ഞാൻ വീട്ടിൽ പോയത് ഇവിടെ നിന്നതേ തന്തപ്പിയുടെ മുഖം കാണാനുള്ള മടി കൊണ്ട് മാത്രമല്ല, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാടാ. എടാ, അവന്റെ അവസ്ഥ എന്താന്ന് നിനക്കറിയാവോ? നിർത്താ. അവന് വേണ്ടി ഞാൻ ആരും എന്റെ അടുത്ത് വക്കാലത്തായിട്ട് വരാൻ നിൽക്കണ്ട. എന്നാ പോടാ, ഓരോരുത്തരായിട്ട് ഇറങ്ങി പോ. ഇനി നീയും പോ. നീ പൊരയില് കയറിട്ടാ വരണേ? ഇല്ലമ്മ, സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടാ. എല്ലാരും ഒന്ന് പേടിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഈ കിടന്നോ? എനിക്കൊരു കുഴപ്പമില്ലക്കാ, ചെറുതായൊന്ന് വീണതാ. എല്ലാരും ഒന്ന് പേടിച്ചുപോയി. ശ്രദ്ധിക്കണ്ടേടി. വേദനയുണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു. ആ, പൊയ്യാപ്പിളെപ്പോഴെങ്കിലും എത്തിയില്ല. ഉമ്മ അങ്ങോട്ട് വെച്ചേ. ഒന്ന് വിളിച്ചാ കേക്കണ ദൂരത്ത് കിടക്കണ എനിക്ക് വേണ്ട മൊബൈല്. പക്ഷെ ഒരു അത്യാവശ്യത്തിന് അന്നെ വിളിക്കാൻ. എളാപ്പാ, അതിന് ഇക്കവിടെ ഡുവൽ സ്ക്രീൻ മൊബൈൽ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കല്ലേ. നിങ്ങളിനി അതൊന്നും പറഞ്ഞ് ഓനെ വിഷമിപ്പിക്കല്ലേ. ഷെരീഫേ, നീ ഞങ്ങളെ പൊരയിലാക്ക്. കുഞ്ഞു, ഇക്കാക്ക ഫൈസയും ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഓനെ കൊണ്ടുപോയിക്കോ, ഓളിവിടെ കിടക്കട്ടെ. ശരി. ഇക്കാക്ക വേണ്ട, പ്ലീസ്. ഇവിടെ ഉള്ളവർ പറയണ നിങ്ങൾ കാര്യാക്കണ്ട.
നിങ്ങളൊന്നും കാണാണ്ടല്ലോ ഈ സാധനം വേണ്ടാന്ന് വെച്ചത്. എനിക്കൊരു സങ്കടമില്ല. നിങ്ങളുടെ കത്ത് വായിക്കുമ്പോൾ ഈ മുഖം എൻ്റെ തൊട്ടടുത്തുള്ളതുപോലെ തോന്നും. അത് മതി എനിക്ക്. പക്ഷേ ഒരു കണ്ടീഷൻ. ഒരു ദിവസം ഒരു കത്തെങ്കിലും കിട്ടണം.